കൂട്ടുകാരെ ഞാൻ ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ മട്ടന്നൂർ അമ്പലത്തിലാണ്. അപ്പൊ നമ്മളെ കുറച്ച് ആംബുലൻസ് ചങ്കുകളൊക്കെ കണ്ടുമുട്ടിയിട്ടുണ്ട്. അവർക്ക് എന്താ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ കേട്ടോ. പേരിലൊന്ന് പരിചയപ്പെടുത്തല്ലേ? ആംബുലൻസ് ചങ്കുകൾ ശരത്ത് അല്ലെ? ഓക്കെ. അപ്പോ എന്താ പറയാനുള്ളത്? അമ്മ പെയിൻ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ആണ് ആംബുലൻസ്. ആംബുലൻസ് എടുത്ത് പോകുമ്പോ അധികം സൈഡ് ഒതുക്കി തരാത്തുള്ള ഒരു പ്രശ്നമില്ല. അതിനെ പറ്റി എന്താ പറയാ? അത് ഞാൻ പറയുന്നത് പറഞ്ഞാല് ലൈസൻസ് ഒന്നും കൂടി ലേണിംഗ് കൊടുത്തിട്ട് ഒന്നും കൂടി ലൈസൻസ് പുതുക്കണം എന്നാണ് പറയാനുള്ളത്. കാരണം എന്ന് പറഞ്ഞാല് പല ആളും മിറർ നോക്കുന്നില്ലാന്നല്ലോ. രണ്ട് സൈഡ്, അതായത് മൂന്ന് മിറർ ഉണ്ട്, ഇടത്തും വലത്തും സെന്ററിലും. അത് ഈ 2 സെക്കൻഡ് കൂടുമ്പോ നോക്കണം എന്നാണ് നിയമം. പക്ഷെ ആരും മിറർ നോക്കുന്നില്ല എന്നല്ല ആരും ഡ്രൈവ് ചെയ്യുമ്പോ. ഒരുപാട് ഇപ്പൊ നമ്മള് ഗ്ലാസ് പൊന്തിച്ചു കഴിഞ്ഞാല്, ഒരു പാട്ടൊക്കെ വെച്ച് കഴിഞ്ഞാല് സാധാരണ സൈറൻ കേൾക്കൂല. അതായത് ആംബുലൻസ് വരുമ്പോ സൈറൻ പിന്നെ മുന്നിൽ പോകുന്ന വാഹനത്തിന് കേൾക്കാൻ പറ്റിയൊന്നുമില്ല. കാരണം തന്നെ ഗ്ലാസ് പൊന്തിച്ച് AC ഇട്ട് പിന്നെ അതേപോലെ പിന്നെ പാട്ടൊക്കെ വെച്ച് പോകുമ്പോ കേൾക്കൂല. അവര് കേൾക്കുന്നില്ല. പക്ഷെ സൈഡ് മിറർ അതിനാണ് വെച്ചത്. എന്നാല് ഈ 2 സെക്കൻഡ് കൂടി നോക്കുമ്പോ വാഹനം ചിലപ്പോ നമ്മള് ബ്രേക്ക് പോയ വണ്ടി വേക്കിൽ വരിക. ഒരു ഉദാഹരണത്തിന് ഇപ്പൊ അധികാളും വാഹനം റോഡുമ്പിലോട്ട് ഓട്ടുമ്പോ ഞാനാണ് എന്നല്ലെങ്കിൽ എന്റെ വണ്ടിയാണ് എന്റെ റോഡാന്നുള്ള കണ്ടീഷനിലാണ് ആള് ഓട്ടുന്നത്. ഒരാള് എമർജൻസി ആയിട്ട് പോകുമ്പോ നോണടിച്ചാൽ പോലും വണ്ടി മാറ്റി കൊടുക്കാതെ ആളുകളാണ് ഇന്ന് റോഡിലുള്ളത്. ഇപ്പൊ പെട്ടെന്ന് ബ്രേക്ക് പോയിട്ട് പിന്നെ വണ്ടി വേക്കുന്ന് വരുന്നതെന്ന് വെച്ചോ, അന്ന് ഓണടിച്ചു കഴിഞ്ഞാൽ ഇവര് മാറ്റൂല, ചിലപ്പോ അടിച്ചു പൊളിയോ, അങ്ങനെയൊക്കെ സംഭവിക്കുക. അതുകൊണ്ടാണ് ഈ മിറർ പെട്ടെന്ന് ഇപ്പൊ ആംബുലൻസിന്റെ സൈറൻ കേട്ടിട്ട് തന്നെ ചിലവര് വണ്ടി എടുത്ത് കയറുന്നുണ്ട്. അതൊന്നും കയറാൻ പാടില്ല, അങ്ങനെയാന്ന് പറയാനുള്ളത്. അതായത് കാരണം നമ്മളെ ആൾക്കാരേക്കും ചിലപ്പോ ആംബുലൻസ് ഈ സൈറൻ എന്ന് പറയുന്നത് അതായത് പിന്നെ ഇന്ത്യയിലെന്നല്ല ലോകത്ത് പിന്നെ 2ാമത്തെ പ്രോട്ടോകോളിൽ കിടക്കുന്ന സാധനമാണ് ആംബുലൻസ് നിയമപരമായിട്ട്. അതായത് ഫയർഫോഴ്സ് കഴിഞ്ഞാൽ 2ാമത്തെയാണ് ആംബുലൻസ്. അത് കഴിഞ്ഞിട്ട് പോലീസുകാർക്കും മിലിറ്ററിക്ക് പോലും ഉള്ളൂ. അതായത് ഒരാളെ ജീവൻ രക്ഷിക്കാന്നില്ല. ഈ സൈറൻ കേൾക്കുന്ന സമയത്ത് മുറിച്ചു കിടക്കാനോ അല്ലെങ്കിൽ വാഹനം എടുത്ത് മുന്നോട്ട് പോകാനോ ഇടത്തോട്ട് തെറ്റിക്കാനോ വലത്തോട്ട് തെറ്റിക്കാനോ പാടില്ല. പെട്ടെന്ന് സാറിനോട്ട് പോകുമ്പോ പെട്ടെന്ന് ഒരു ബൈക്ക് കയറിയിട്ട് വെട്ടിച്ച് മൊത്തത്തിൽ മാറിയിട്ടുണ്ടായിരുന്നു. ഒരു പറയാണ്ട് ഇപ്പൊ പെട്ടെന്ന് റോഡ് ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ ഉടനടി അവര് ഇങ്ങനെ കൂരി പിടിച്ച് വാരി എടുത്തിട്ടാണ് ഒരാളെ ജീവനാന്ന് കൊണ്ടേ കളയുന്നത്. നട്ടല് കൂട്ടാം, ചിലപ്പോ പിന്നെ അയാൾ കോമയിലായി പോവാ. ഇപ്പൊ പിന്നെ ഈ സ്പെയിൻ്റെ എല്ലാം പ്രശ്നം വന്ന അതേപോലെ എടുത്ത് നരമ്പെല്ലാം ഒന്ന് കുടുക്കി കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ പൊട്ടാനുള്ള ചാൻസും ഇതെല്ലാം കൂടുതലാണ്. അതായത് ആള് ഇതായി പോകാനുള്ള കിടത്തത്തിലായി പോകാനുള്ള എല്ലാ സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ട് റോഡ് ആക്സിഡന്റ് നടന്നു കഴിഞ്ഞാൽ ഹെഡ് ഇഞ്ചറി ഇല്ലെങ്കിൽ, ബ്ലഡ് അമിതമായി പോകുന്നില്ല എങ്കിൽ ഉടനടി ആംബുലൻസിനെ വിളിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ.